എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഞാൻ ചെയ്ത ഷവർമയുടെ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് നന്ദി. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻസിനും സൗത്ത് ഇന്ത്യൻസിനും ഒരേമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു പാലക് പനീറാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ പാലക് പനീർ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 250 ഗ്രാം സ്പിനാച്ച് ഇട്ട് 2 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. ഇതതിൻ്റെ പച്ചമണം മാറാനും കറിയുടെ നിറം നിലനിർത്താനും വേണ്ടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബോയിൽ ചെയ്യാൻ നമ്മൾ വെക്കുമ്പോൾ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി എടുത്ത് വെക്കേണ്ടതാണ്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇപ്പം ഞാനിതെല്ലാം ബോയിൽ ചെയ്തിട്ട് നമ്മുടെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് വെള്ളമെല്ലാം ഒഴിവാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളിയുടെ ചെറിയ കഷ്ണങ്ങൾ, 3 പച്ചമുളകും, അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ചെറിയ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതൊന്ന് ആറിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സ്പിനാച്ചും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിതെല്ലാം നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ അമൂലിൻ്റെ മലായ് പനീർ 200 ഗ്രാമാണ് എടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കാം. നമ്മുടെ പനീറിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വറുത്ത ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് 2 മിനിറ്റ് നമുക്ക് കുക്കാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവർ കുക്ക് ആക്കരുത്, അത് കളറ് മാറാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അടിപൊളി പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.